ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് കളമശ്ശേരി. നാളെ ഫലം വരികയാണ്. മന്ത്രി പി രാജീവ് കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് അവസാനത്തെ പ്രതീക്ഷ മിനിസ്റ്റർ? അല്ല, നമുക്ക് നല്ല ആത്മവിശ്വാസമാണുള്ളത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നാളെ ഈ സമയമാകുമ്പോഴേക്കും ഏകദേശം ഫലം അറിയാൻ കഴിയും. കുറേ കൂടി കഴിഞ്ഞ തവണത്തേക്കാളും മെച്ചപ്പെട്ട രൂപത്തിലുള്ള വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ എങ്ങനെയാണ്? സംസ്ഥാനത്തും എനിക്ക് തോന്നുന്നു ഒരു ഭരണ തുടർച്ച എന്ന നിലയിൽ തന്നെ വരും. കാരണം കഴിഞ്ഞ 10 വർഷം കേരളം കണ്ട മാറ്റം, അതിൻ്റെ ശരിയായ ഗുണഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഒരു തുടർച്ച എന്നുള്ളത് അനിവാര്യമാണ് എന്ന് പൊതുവെ ജനങ്ങൾ കരുതിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഭരണ തുടർച്ച കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അംഗീകാരമായി നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരം കണക്കുകൂട്ടലുകൾക്ക് ഇനിയിപ്പോൾ അധിക സമയം ആവശ്യമില്ല. നമുക്ക് നാളെ ഈ സമയമാകുമ്പോഴേക്കും അത് സംബന്ധിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കും. മികച്ച രീതിയിൽ ഇടതു മുന്നണിക്ക് തുടരാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ നേരിയ രീതിയിൽ UDF-നാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം കണക്ക്? അല്ല, എക്സിറ്റ് പോളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഒപ്പീനിയൻ പോലാണെങ്കിൽ അതിപ്പോൾ ശാസ്ത്രീയമായാൽ പോലും അതിൽ വരുന്ന ചില നിഗമനങ്ങൾ, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടോ, അത് മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം. എക്സിറ്റ് പോളിൽ പിന്നെ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അതൊരു പൊതുവെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരിയേറെ എക്സിറ്റ് പോളുകൾ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ ചിത്രമുണ്ട്. 11, 16, 21 എടുത്താൽ മാക്സിമം LDF-ന് പറഞ്ഞതിനേക്കാളും 5 മുതൽ 8, 9 സീറ്റ് വരെ ഇടതുപക്ഷത്തിന് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. UDF-ന് വോട്ട് പോകും. അതായത് സീറ്റിലേക്കുള്ള പ്രൊജക്ഷൻ ശതമാനത്തിൽ നിന്ന് വരുമ്പോൾ കേരളത്തിൽ അത്ര എളുപ്പമായിരിക്കില്ല. ഒരേ സമാന സ്വഭാവമല്ല എല്ലാ ജില്ലകൾക്കകത്തുള്ളത്. അപ്പോൾ അതിനകത്തിനിപ്പോൾ നമ്മൾ അതിൻ്റെ വിശകലനത്തിനുള്ള പ്രസക്തിയില്ല. നാളെ ആകുമ്പോഴേക്കും അറിയാമല്ലോ, നല്ല വിജയം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു ട്രെൻഡ് എത്ര റൗണ്ടിൽ അങ്ങനെ കളമശ്ശേരിയെ സംബന്ധിച്ചു? അതിപ്പോൾ ആദ്യ റൗണ്ട് മുതൽ തന്നെ പോസിറ്റീവായിട്ട് ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. ഇത്തവണ ആദ്യ റൗണ്ട് മുതൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഈ ഫലം വരുന്നതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ലീഗ് VD സതീശനെ പിന്തുണച്ചൊക്കെ എത്തുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യം? അല്ല, അതെല്ലാം അവരെക്കുറിച്ച് ജനങ്ങൾക്ക് കുറേ കൂടി ധാരണ ഉണ്ടാകും. ഇവരിങ്ങനെയുള്ള പാർട്ടിയാണെന്ന് മുൻ അനുഭവങ്ങളുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം, കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം, ഇവരുടെ കയ്യിലേക്ക് എത്തിയാൽ അതെന്ത് സംഭവിക്കും എന്ന് ജനങ്ങൾ നേരത്തെ തന്നെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതൊന്നുകൂടി അവരുടെ നിലപാടുകൾ ശരിയാണ്, നിഗമനങ്ങൾ ശരിയാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷവും നടന്നത്. ഫലം വരുന്നതിന് മുൻപ് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കടിപിടികളെല്ലാം നടക്കുന്നത്. അത് ആ പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതൊന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കാൻ ഇത് സഹായകരമായിട്ടുണ്ടാകും. എന്തായാലും നമുക്ക് നാളെ വരെ കാത്തിരിക്കാം. നല്ല വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവസാന നിമിഷത്തിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മന്ത്രി പി രാജീവ് ഉള്ളത്. ക്യാമറമാൻ അഖിൽ ഷായോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.